ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് 3 കൂട്ടരെ നേരിടേണ്ടി വന്നുവെന്ന് കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറയുകയാണ്. പാകിസ്ഥാനെ നേരിട്ടും ചൈനയെയും തുർക്കിയെയും പരോക്ഷമായും ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. ചൈനയും തുർക്കിയും നൽകിയ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചതെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വ്യക്തമാക്കി. 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് പാകിസ്ഥാനെയാണെങ്കിലും ചൈനയെയും തുർക്കിയെയും പരോക്ഷമായി നേരിടേണ്ടി വന്നുവെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ്. ചൈന ഇന്ത്യയോട് നേരിട്ട് പോരാടിയില്ലെങ്കിലും കടം വാങ്ങിയ കത്തി ഉപയോഗിച്ച് കൊല്ലുക എന്ന പുരാതന ചൈനീസ് യുദ്ധതന്ത്രമാണ് ചൈന ഇന്ത്യയോട് കാണിച്ചത്. പാകിസ്ഥാൻ ആവശ്യമായ ആയുധങ്ങളും സാങ്കേതിക വിവരങ്ങളും ചൈന പാകിസ്ഥാന് കൈമാറി. സൈനിക സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളിൽ ഭൂരിഭാഗവും തുർക്കി നിർമ്മിതമായിരുന്നു. ചൈന തങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ലാബായി ഇന്ത്യയെ ഉപയോഗിച്ചെന്ന് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വെളിപ്പെടുത്തി. പാകിസ്ഥാനും ഇന്ത്യയും ഇനിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചേക്കുമെന്നും നാം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കണമെന്നും ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ഷെക്കൈന ന്യൂസ്.